ചില നക്ഷത്രക്കാർ എന്നല്ല, എല്ലാ നക്ഷത്രക്കാർക്കും ഒരു ദേവത ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗുണങ്ങളുള്ള ആളുകളായിരിക്കുമല്ലോ. സാത്വികരായ ആൾക്കാരാണെങ്കിൽ സാത്വിക ഗുണങ്ങൾ ഉണ്ടാവും. അത് 5ാം ഭാവത്തിൽ നോക്കിയാലൊക്കെ ഗുരു എവിടെയാണ് നിൽക്കുന്നത്, ലഗ്നാധിപൻ ആരാണ്, അതൊക്കെ അങ്ങോട്ട് നോക്കുന്നത് ആരാണ്, കോമ്പിനേഷൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ അതാണ് ഈ പൂർവ്വ കണക്ഷൻ എന്നൊക്കെ പറയണത്. ശിവനെ ആരാധിച്ച ഒരു കുടുംബത്തിലെ, അല്ലെങ്കിൽ ശിവന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭക്തയാണ് ഏതോ ജന്മത്തെങ്കിലും നമുക്ക് അവാജ്യം ആരും പറഞ്ഞു തരണ്ട, നമ്മൾ ആ അവാജ്യമായിട്ട് അതിലേക്ക് ചെന്ന് ചേരും. അപ്പൊ നമ്മൾക്ക് ഏതാണോ ഉചിതം, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് താല്പര്യം, അതനുസരിച്ച് പല രൂപങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതല്ലാതെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ചെറിയ ജലസ്രോതസ്സുകൾ പലതുണ്ടെങ്കിലും എല്ലാം അവസാനം ചെന്ന് ചേരുന്ന കടലിലാണ്. അപ്പൊ അതുപോലെ ഏത് മാർഗത്തിലൂടെ നമ്മൾ പോയാലും എത്തുന്നത്, ഇപ്പൊ കിണറ്റിലതും വെള്ളം, തോട്ടിലതും വെള്ളം, കായലിലും വെള്ളം, എല്ലാ കടലില്ല, അതെല്ലാം ഒരു വലിയ സ്രോതസ്സിലേക്കാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ഈ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൃഷ്ണഭക്തി, ശിവഭക്തി, പിന്നെ ദേവീഭക്തി, ഇതെല്ലാം ഭക്തിയാണ്. അത് ഭക്തന്റെ മനസ്സാണ് അവിടെ. ഭക്തൻ ഏതാണോ അതാണ് ചോയ്സാണ് ഉണ്ട്. നമുക്ക് ഹിന്ദു മതത്തിൽ ചോയ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏതാണോ ആരാധനാക്രമത്തിൽ താല്പര്യം എന്താണോ ആ താല്പര്യത്തിലേക്ക് നമുക്ക് പോകാം. അതിലൂടെ കടന്നാലും നമ്മൾ സാഗരത്തിൽ തന്നെ എത്തും. അപ്പം അത് ഏതെന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ അസ്ട്രോളജി പ്രകാരം പറഞ്ഞാൽ ദുഷ്സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗുരു, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും തീർച്ചയായിട്ടും 5ാം ഭാവാധിപൻ പോയിട്ട് 12ൽ നിൽക്കുക, അല്ലെങ്കിൽ ഗുരുചണ്ഡാല യോഗത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൃഷ്ണനെ ഭജിക്കൂ എന്ന് പറയും. കൃഷ്ണനെ ഭജിക്കുന്ന അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾ തീർച്ചയായും നമ്മൾ രോഗം അറിഞ്ഞ്, ഇപ്പം നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, കരളിന് അസുഖം വന്നാലും കിഡ്നിക്ക് അസുഖം വന്നാലും ചിലപ്പോൾ നമുക്ക് പനി വരും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ വരും. ആ കഷ്ടപ്പാടുകൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയേണ്ടതെങ്കിൽ അസ്ട്രോളജറെ കാണുക. കണ്ടകശനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശനിയൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ സൂര്യൻ അടഞ്ഞു നിൽക്കണം, നമ്മൾ ശിവനെ പ്രാർത്ഥിക്കാൻ പറയും, ശിവന് ധാര നടത്താൻ പറയും. അപ്പൊ അവിടെ കൃഷ്ണനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃഷ്ണന് വയ്യാത്തത് കൊണ്ടല്ല, നമുക്ക് അങ്ങനെയാണ് ഓരോന്നിനും ഓരോ. ഇപ്പം നമുക്ക് ഓരോ പാരസെറ്റമോൾ കഴിച്ചാൽ ഒരു പ്രാർത്ഥന കൊണ്ട്, ഹോളായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് പോലും നമുക്ക് പക്ഷേ ഡീപ്പായിട്ട് ആ ഒരു കർമ്മഘടം മാറണമെന്നുണ്ടെങ്കിൽ ഈ ദുസ്ഥാനത്ത് ഇതൊക്കെ ഗുരുവൊക്കെ വന്ന് നിൽക്കുന്നത് ശരിക്കും കർമ്മഘടങ്ങളാണ്, പാസ്റ്റ് ലൈഫിൻ്റെ ബാക്കി പത്രങ്ങളാണ് അതൊക്കെ. അപ്പം അതിനെ നമുക്ക് ഈ ജന്മത്തിൽ മോഡിഫൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ 1 നാരായണ 108 തവണ ചൊല്ലൂ. അത് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലിയാൽ വളരെ ശക്തിയുക്തമായ ഒരു പരിഹാരം തന്നെയാണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അതുപോലെ നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം എന്ന് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അത് കലിസന്ധാരണ മന്ത്രമാണ്. വളരെ കോമൺ ആയിട്ട് ആർക്കും എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിയമാവലി. അതുകൊണ്ടാണ് കലി കാലത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചിട്ടാനിഷ്ഠകളിലൂടെ പോകാനായിട്ട് ആർക്കും സമയമില്ല, സാഹചര്യങ്ങളില്ല. ഇപ്പൊ ജോലിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ല, ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ഷിഫ്റ്റ് മാറുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് പോകാൻ പറ്റാതെ വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ കലിസന്ധാരണ മന്ത്രമായിട്ടുള്ള ഹരേ രാമ മന്ത്രം. അത് നമുക്ക് ഇങ്ങനെ ഇന്ന സമയത്ത് ജപിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല, എന്ത് കഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മന്ത്രങ്ങൾക്ക് നമ്മളിലേക്ക് ആവേശിക്കാനും അതിൻ്റെ ഫലസിദ്ധി കൂടാനും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെജിറ്റേറിയൻസ് ഒക്കെ പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഈ മാംസാഹാരം ചെല്ലുമ്പോഴത്തേക്ക് അത് ദഹിക്കാൻ കുറേ സമയം പിടിക്കും. അപ്പം അതിനുവേണ്ടി കുറേ എനർജി പോകും. അപ്പോൾ അങ്ങനെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളിലേക്ക് ഈ മന്ത്രം കയറാനാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഒന്നും വരില്ല. അത് ശരിയായ എനർജി കൂടുതൽ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരുപാട് എനർജി ബൂസ്റ്റായിട്ട് നിൽക്കുന്ന സമയം, പോസിറ്റീവ് എനർജി, ആ സമയത്ത് നമ്മൾ ഒന്നും കഴിക്കാതെ, അതായത് വെള്ളം പോലും ജലപാനം പോലും, ഒരു ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സമയം. അതെ, ആ സമയത്ത് ഒന്നും കഴിക്കാതെ നമ്മൾ വയറൊക്കെ ഒഴിഞ്ഞു തരാന്ന് വെച്ചാൽ പട്ടിണി നിന്നാൽ മാത്രമേ ഭഗവാൻ കേൾക്കൂ, അങ്ങനെയല്ല. അപ്പൊ നമ്മൾ നമ്മുടെ എനർജി മറ്റു പാഴായി പോകുന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആ പ്രത്യേക ഊർജ്ജത്തിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല നമ്മൾ ഉപാസനകൾ ചെയ്യുന്നത്. എപ്പോഴും പറയുന്നത് ഒഴിഞ്ഞ വയറോടെ എന്നാണ്. അപ്പൊ അതൊക്കെ അതിന്റെ പിന്നിലാണ്. അപ്പൊ കൃഷ്ണമന്ത്രം
അതുപോലെ തന്നെ ശിവമന്ത്രം, അതൊക്കെ ഗ്രഹനിലയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആർക്കാണ് അവിടെ വീക്ക്, ആരെയാണ് നമ്മൾ നമ്മുടെ ബോഡിയിലുള്ളതുപോലെ കരളിനാണെങ്കിൽ കരളിന് ഡോക്ടറെ പോയി കാണുക, കിഡ്നിക്കാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അവിടെ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതാണ് നമ്മുടെ ഗ്രഹനില, അതാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട്, അപ്പം അവിടെ നമുക്ക് അങ്ങനെ കണ്ടകശനിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ശിവനെ ആരാധിക്കാൻ പറയും, അതുപോലെ ഹനുമാനെ ആരാധിക്കാൻ പറയും. ആ ശനിയുടെ എഫക്റ്റ് പോകാനാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനത് ആവില്ലെന്നല്ല. അതെ. അപ്പം അതുകൊണ്ടാണ് ഓരോ മൂർത്തികൾക്കും ഓരോ ഭാവത്തിൽ നമുക്ക് അത് അറിഞ്ഞ് നമ്മൾ ഭജിക്കുമ്പോൾ അതിൻ്റെതായ ആ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് ഓം നമ നാരായണ എന്ന മന്ത്രം ജപിക്കുമ്പോഴത്തേക്ക് അയാളിൽ വേറെ എന്തൊക്കെ ചെയ്താലും പൂജകളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവാച്യമായ അയാൾ അനുഭവിക്കുന്ന ആ ഒരു പ്രത്യേക ആ ഒരു ദുർഘടമായ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് മാറി അയാൾക്ക് ജീവിതത്തിന് തലവര മാറ്റാൻ ഈ മന്ത്രങ്ങൾക്ക് സാധിക്കും. അതുപോലെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.